പലപ്പോഴും ഞാൻ എൻ്റെ പല കൂട്ടുകാർ, റിലേറ്റീവ്സ് അങ്ങനെ പലരുമായിട്ടും സംസാരിക്കുമ്പം അവർ പറയുന്ന ഒരു വാചകമാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഇനി നമ്മൾ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തോ പറയാം, അവർ പറയത്തില്ലയോ ഞാൻ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളായിരിക്കും ഇത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു വാചകമായിരിക്കും ഇത്, അല്ലേ? മറ്റുള്ളവരെന്തോ വിചാരിക്കും, നാട്ടുകാരെന്തോ പറയും. സത്യത്തിൽ ഈ നാട്ടുകാരെന്തോ പറയും, മറ്റുള്ളവരെന്തോ വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എത്ര കാലം ജീവിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ളവർ നിങ്ങൾ എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ചാണോ അവർ ജീവിക്കുന്നത്? അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും അവർ ഇഷ്ടമുള്ള കണക്ക് ജീവിക്കുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്ന മറ്റുള്ളവരെന്തോ വിചാരിക്കും, നാട്ടുകാരെന്തോ വിചാരിക്കും, ലോകം എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന നമ്മൾ നമുക്ക് ചെയ്യാനുള്ളതും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും സഫലീകരിക്കാനത് അവിടെ കുത്തിയിരിക്കത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നാട്ടുകാരെന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് തുറന്നു നോക്കുവാണെങ്കിൽ നാട്ടുകാരെന്തോ വിചാരിക്കുമെന്ന് വിചാരിക്കുന്ന ആരുമില്ല. എന്തോ വിചാരിച്ചാലും എനിക്കൊരു കുന്തോ ഇല്ലെന്ന് ജീവിക്കുന്ന ആളാണ് എല്ലാവരും. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം, ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ, നിങ്ങൾക്കൊരു സിനിമ കാണാൻ പോകണോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഏതെങ്കിലും യാത്രകളുണ്ടോ, എന്തെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറക്കെ പാട്ട് പാടണമെന്നുണ്ടോ? ചിലവരാണെങ്കിൽ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഒരു പാട്ട് കൊല്ലുമ്പോൾ ഇപ്പം അവരെന്തോ വിചാരിക്കും. എന്തിന്? നമ്മൾ നാട്ടുകാർക്ക്, സമൂഹത്തിനും ഒന്നും ഒരു ദ്രോഹവും ചെയ്യാത്ത, ആരെങ്കിലും കാണുമ്പോൾ അയ്യേ എന്ന് പറയാത്ത എന്ത് കാര്യവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷോർട്ട് പീരീഡാണ് നമ്മുടെ ലൈഫ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, ആർക്കും ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷിക്കുക. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അവനവൻ്റെ ജീവിതത്തിലൊരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയോടുകൂടിയൊക്കെ ജീവിച്ചില്ല ഇനി എന്നാവേ ജീവിക്കാനിരിക്കുന്നത്. ഞാൻ ഒരുപാട് പേരുടെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അവരെ എതിർക്കും, ഇങ്ങനെ ഉപദേശിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. ബിക്കോസ് നമുക്ക് മറ്റുള്ളവരെ ഒരു ഉപദേശത്തിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എങ്കിൽ, ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളിഷ്ടമുള്ള ചെയ്ത് നിങ്ങൾ ജീവിക്കൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വേറെ ആരെയും ഒന്നും ഒരു ദോഷവും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കണം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.